നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാറാൻ പോകുന്നില്ല. ഇപ്പോഴും അവൾ നമ്മളെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുക. ഉറപ്പാ മോളെ, ഒരു വലിയ കെണി അവൾ ഇനിയും ഒരുക്കിക്കൊണ്ടിരിക്കുക. അല്ല, നാളെ അർജുൻ വരുന്നതിന്റെ സന്തോഷത്തിന്റെ ഇടയിൽ ഇനിയും ഓരോന്ന് പറഞ്ഞ് പൂജയെ പേടിപ്പിക്കാതെ. അങ്കിൾ, എന്റെ പേടിയൊക്കെ പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. എനിക്കിപ്പോ ധൈര്യമാ. ചെറുതായൊന്നും തളരുമ്പോ ഞാൻ അജുവേട്ടന്റെ വക്കീൽ യൂണിഫോം ഒന്ന് നോക്കും, അതെടുത്തൊന്ന് അണിയും. അപ്പോ ഒരു ധൈര്യം കിട്ടും. മോളെ, എനിക്കറിയാം, ഞാൻ മുമ്പ് പല അവസരങ്ങളിലായി നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആന്റി പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. ആന്റി, പണ്ട് പലതും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഓരോ സമയങ്ങൾ, അത്രേ ഉള്ളൂ. ആന്റി ഇനി അതിനെക്കുറിച്ചൊന്നും പറയരുത് പ്ലീസ്. ശരി മോളെ. ശത്രുക്കളോട് പോലും ക്ഷമിക്കാൻ പറ്റുന്ന നിന്റെ ഈ മനസ്സ്. ആന്റി എനിക്ക് എങ്ങനെയാ ശത്രു ആവുന്നേ? എന്റെ ശത്രു ഒരാളുണ്ട്, എവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു ശത്രു. അജുവേട്ടനെ ജയിലിലാക്കിയ ശത്രു. അത് മോളുടെ മാത്രം ശത്രുവല്ല, നമ്മുടെ എല്ലാവരുടെയും ശത്രുവാ. അവളെ അല്ലെങ്കിൽ അവനെ നമ്മൾ ഒരുമിച്ച് നിന്ന് കണ്ടുപിടിക്കും, കൃത്യമായ ശിക്ഷയും വാങ്ങിക്കൊടുക്കും. ഏതായാലും നമുക്ക് നാളേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. എല്ലാവരും സെന്റിമെന്റ്സ് കാണിച്ച് അർജുനെ വിഷമിപ്പിക്കാനും പാടില്ല. ആ അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയും അച്ഛമ്മയൊന്നും കരയാതെ പിടിച്ചു നിൽക്കണമെന്ന്. അജുവേട്ടനെ കണ്ട് ആരെങ്കിലും വിഷമിച്ചാ പിന്നെ അത് അജുവേട്ടന് സങ്കടാവും. അത് നമുക്ക് ശ്രദ്ധിക്കാം. നാളെ ഒന്ന് നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കാം.